ആമെങ്കിൽ ഇപ്പോൾ വി കെ സനോജ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി കെ സനോജ്, ഡിവൈഎഫ്ഐ നിയമ പോരാട്ടവുമായി പോകുന്നു എന്ന ചോദ്യത്തിന് ഹരിഹരന്റെ മറുപടി താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അല്ല, ഇവിടെ UDF-ന്റെ പാളയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാള് എത്രമാത്രം അധപ്പതിക്കുമെന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ ഹരിഹരൻ നടത്തിയിട്ടുള്ള പ്രസംഗവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. അദ്ദേഹം എന്താണ് പറഞ്ഞത്, എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? എന്തെങ്കിലും തരത്തിലൊരു നാക്കുപിഴയല്ലല്ലോ അത്. ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരാളെ വളരെ മോശമായി സൈബർ ഇടത്തിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാനാണല്ലോ ഇവരൊരു ഒരു പൊതുയോഗം സംഘടിപ്പിച്ചത്. ആ പൊതുയോഗത്തിന്റെ നടത്തിയ പ്രസംഗമാണ്. അപ്പൊ ഇതൊന്നും അങ്ങനെ യാദൃശികമായി വരുന്നതല്ല. ഇവരുടെ എല്ലാം മനോനില അതാണ്. ഇവരെല്ലാം ബാധിച്ച അങ്ങേയറ്റം രോഗാതുരമായ ഒരു അവസ്ഥ അതാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പിന്നെ ഹരിഹരൻ എന്ന് പറയുന്ന UDF നേതാവിന്റെ മുതിർന്ന നേതാവാണല്ലോ VD സതീശൻ. പണ്ട് ഇതുപോലെ തന്നെ ഇവിടെ എറണാകുളത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞങ്ങളുടെ ജോസഫിനെതിരായിട്ട് ഒരു വീഡിയോ പ്രചരിപ്പിച്ചു. ആ വീഡിയോ പ്രചരിപ്പിച്ചപ്പോ നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, അല്ല ഇതെന്താണ് കഥ? അപ്പൊ ആ മാധ്യമ പ്രവർത്തകരോട് വളരെ ചിരിച്ചുകൊണ്ട് പരിഹാസത്തോടു കൂടി വളരെ നിസ്സാരമായിട്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഇമാതിരി വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാതിരിക്കുക, ആരാണ് കാണാതിരിക്കുക എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള നേതാവിന്റെ അനുയായിയായിട്ടുള്ള ഹരിഹരൻ ഇങ്ങനെയുള്ള പ്രസംഗം നടത്തിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഇത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള വെല്ലുവിളിയും ഇത്തരം നീക്കങ്ങളെയും ശക്തമായി കേരളീയ സമൂഹം ചെറുത്ത് പരാജയപ്പെടുത്തും. ഇവിടെ വടകരയുടെ അനുഭവം എന്താ? വടകരയിൽ ടീച്ചർക്കെതിരായിട്ട് എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ശൈലജ ടീച്ചർ മുസ്ലിം വിരോധിയാണ് എന്ന് വരുത്തി തീർക്കാനല്ലേ ഇവർ ശ്രമിച്ചത്. ആരൊക്കെ ആ കേസിൽ പ്രതിയായിട്ടുള്ളത്? മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃനിരയിൽപ്പെട്ട ആളുകൾ തന്നെ പോലീസ് എടുത്ത കേസിൽ പ്രതിയായിട്ടുണ്ടല്ലോ. അവരാണല്ലോ ഇത് പ്രചരിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് തന്നെ നേരിട്ട് പ്രചരിപ്പിച്ചല്ലോ. അപ്പൊ ഇതാ ഞങ്ങൾ പറഞ്ഞത്, ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്താൻ വേണ്ടി അങ്ങേയറ്റം ഹീനമായ നീക്കങ്ങൾ അവിടെ നടന്നു. ആ നടന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടപ്പോ അതിന്റെ ജാള്യത മറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഒരു പൊതുയോഗം വെച്ചത്. അത് അതിനേക്കാൾ വലിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് എത്തിപ്പെട്ട അങ്ങേയറ്റം അധമമായ ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ശക്തമായ നിയമനടപടികൾ സ്വീകരിക്കും. ഇവിടെ ഇപ്പോ നിയമപരമായി തന്നെ മുന്നോട്ട് സംസാരിക്കുന്നില്ല, നിയമപരമായി മുന്നോട്ട് പോകും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ശക്തമായി പറയും. അതോടൊപ്പം ശ്രീ ഹരിഹരൻ പറയുന്ന ഒരു കാര്യം, തനിക്ക് തെറ്റുപറ്റി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്താഗതികളിൽ അടക്കം തിരുത്തൽ വരുത്തേണ്ടതുണ്ട്. ആ ബോധ്യം ഉണ്ട്. അങ്ങനെ തന്നെയാണ് താൻ ഈ തരത്തിലൊരു തിരുത്തലിന് അല്ലെങ്കിൽ ഖേദപ്രകടനത്തിന് തയ്യാറായത് എന്ന് പറയുമ്പോൾ തന്നെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് CPM-ന്റെ നേതാക്കളൊക്കെ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിൽ ഒരു ഖേദപ്രകടനം പോലും നടത്തിയിട്ടുണ്ടോ എന്ന മറുചോദ്യം മാത്രമാണ്, അല്ലെങ്കിൽ മറുചോദ്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. CPM നേതാക്കൾ ഇമാതിരി പ്രശ്നമൊന്നും നടത്തിയിട്ടില്ല. ഇവിടെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെ സൈബർ ഇടത്തിൽ അവഹേളിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ഒരു നിര വന്ന് ക്യാമ്പ് ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തുകയാണ്. ആ കാര്യങ്ങളാണ് ഞങ്ങൾ തുറന്നു കാണിച്ചത്. ആ കാര്യങ്ങൾ തുറന്നു കാട്ടിയപ്പോഴാണ് അവർ വല്ലാത്ത ജനങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടത്. അതിനെ മറുപടിക്കാൻ, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ശൈലജ ടീച്ചർ മുസ്ലിം വിരോധിയാണ് എന്ന് ചിത്രീകരിച്ചാൽ ആർക്കാ നേട്ടമുണ്ടാവുക? അതൊക്കെ സ്വാഭാവികമായിട്ടും ആൾക്ക് മനസ്സിലാവുമല്ലോ. മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാൻ ആവശ്യമായ വീഡിയോ എഡിറ്റ് ചെയ്തു. അവരെ തുന്നൽ ടീച്ചർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. പിന്നെ കോവിഡ് കള്ളി എന്ന് വിളിച്ചു, കോവിഡ് റാണി എന്ന് വിളിച്ചു. ഇങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഒരു സ്ത്രീ എന്ന നിലയിൽ ടീച്ചർക്ക് അവിടെ നേരിടേണ്ടി വന്നു. തീർച്ചയായും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ, രാഷ്ട്രീയത്തിന് പുറത്തുള്ള ഒരു സ്ത്രീക്കെതിരെയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അശ്ലീല പ്രയോഗങ്ങളും അംഗീകരിക്കാനാവില്ല. അത് ഏത് പാർട്ടിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും. ദയവായി ഒന്ന് തുടരുക. ശ്രീ ഹരിഹരനും ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.